ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരള സ്റ്റൈലിലെ ചിക്കൻ ബിരിയാണിയിലൊക്കെ ഒത്തിരി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ചിക്കൻ ടിക്ക ബിരിയാണിക്ക്. ചിക്കൻ ടിക്ക കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ, തന്തൂരിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ടിക്ക കഴിക്കുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ സ്മോക്കി ഫ്ലേവറുള്ള ഒരു ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ ടിക്കയ്ക്കുള്ള മസാല ആദ്യം ഒന്ന് ഉണ്ടാക്കണം. 1.25 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണിത്. ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്. നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ. തൈര് 3 ടേബിൾ സ്പൂൺ. ഇത് കുറച്ച് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ടിക്ക മസാല പൗഡറാണ്. ഈ ടിക്ക മസാല പൗഡർ തന്നെ ഇതിൽ ചേർക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഗരം മസാല പൗഡർ അല്ല ചേർക്കേണ്ടത്. ടിക്ക മസാല പൗഡറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തന്തൂരി അല്ലെങ്കിൽ ചിക്കൻ ടിക്ക മസാല പൗഡർ എന്ന് പറയുന്നത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ടിക്ക മസാല പൗഡറാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 600 ഗ്രാം ചിക്കൻ പീസാണ് ചേർക്കുന്നത്. എല്ലോടുകൂടി ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. മിനിമം ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അതിലേക്ക് ഒരു 6-7 ഏലക്ക, ഒരു വലിയ കഷ്ണം കറുവപ്പട്ട, 10-12 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ആ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടെ കൂടി ചേർത്തിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് 200 ഗ്രാം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ വറുത്ത സവാള ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബാക്കിയുള്ള സവാള ഇതേപോലെ തന്നെ വറുത്തെടുക്കണം. നമുക്ക് ബിരിയാണിക്കുള്ള അരി 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബസ്മതി അരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് കഴുകിയെടുത്ത് അരി ഇടാം. അരി ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി സവാള വറുത്ത ബാക്കി ഓയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം. ഒരു 6-7 ഏലക്ക ഇടണം. ഗ്രാമ്പു 10 അല്ലെങ്കിൽ 12, ചെറിയ കഷ്ണം കറുത്ത ഏലക്ക, കറുവപ്പട്ടയുടെ ഒരു നീളമുള്ള കഷ്ണം അതൊന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കണം. 1/4 കിലോ സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയുടെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അരി വെന്തോന്ന് നോക്കാം. അരി ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി എടുക്കണം.
ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ച സവാളയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 6-7 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇനി ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ആ പാത്രത്തിൻ്റെ നടുഭാഗത്ത് കുറച്ച് ചിക്കൻ പീസസ് മാറ്റി വെച്ചിട്ട് അവിടെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കണം. ഇനി ആ കുഴിയിലേക്ക് ചെറിയൊരു ബൗൾ ഇറക്കി വയ്ക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് കനലാക്കിയിട്ട് അത് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കനലിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അടച്ചു വയ്ക്കണം. അപ്പോഴാണ് നല്ലതുപോലെ ആ ടിക്കയുടെ മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ വഴറ്റി വെച്ച സവാളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ ചിക്കനിൽ നമ്മൾ വെച്ച കരി എടുത്ത് മാറ്റാണ്ട് ചിക്കൻ ഒന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ പീസ് അതിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഈ മസാലയിലേക്ക് 200 ഗ്രാം ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. ടൊമാറ്റോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് നോക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിനി എല്ലാ ചിക്കൻ പീസും ഇതേപോലെ തന്നെ തിരിച്ചിടണം. ഇപ്പോൾ മസാല ഇവിടെ ചെറിയ തീയിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മസാല ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ആ മസാലയിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ മറ്റേ സൈഡും ഗ്രില്ലായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഈ മസാലയിലേക്ക് ചേർക്കാം. അപ്പോൾ ചിക്കൻ വറുക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഓയിൽ എല്ലാം കൂടിയിട്ടാണ് ഈ മസാലയിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഈ ചിക്കനും ഈ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളെ പാനിൽ ഒഴിച്ച വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വെള്ളവുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ വെള്ളം നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
ഇതിലേക്ക് 2 ടീസ്പൂൺ ടിക്ക മസാല പൗഡർ ചേർക്കണം. മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ടിക്ക മസാല പൗഡർ, അല്ലെങ്കിൽ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ടിക്ക മസാല പൗഡറിൻ്റെ ലിങ്ക്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം സവാള ഈ ചിക്കനിലേക്ക് ചേർക്കണം. 1/4 ഭാഗം സവാള മാറ്റി വയ്ക്കണം. ഞാൻ ചിക്കനിൽ പരട്ടി വെച്ച മസാലയിൽ ബാക്കി ആ ബൗളുണ്ടായിരുന്ന മസാലയാണ്, അതെല്ലാം കൂടി ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ നിന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഒരു കൈ നിറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ ചിക്കനിൽ നിന്ന് പകുതി ചിക്കനും അതേപോലെ തന്നെ ഗ്രേവിയും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ചിക്കൻ ഉണ്ടാക്കിയ പാത്രം ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ആ തീയുടെ മുകളിലേക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാൻ എടുത്ത് വെച്ചു. ആ പാനിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ്റെ പാത്രം എടുത്ത് വെച്ചു. എന്നിട്ട് ചിക്കൻ എല്ലാം കൂടെ ഒന്ന് ലെവലാക്കി താഴെ വയ്ക്കുക. ഇനി നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് പകുതി ഇടാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ടിക്ക മസാല പൗഡർ കുറച്ചൊന്ന് വെതറി അതിൻ്റെ മുകളിലേക്ക് ഇടണം. ഒരു നുള്ളു 2 നുള്ളൊക്കെ മതി. പിന്നീട് വറുത്ത് വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള അതിൻ്റെ മുകളിൽ ഇടാം. നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസസും ആ കറിയും കൂടിയിട്ട് ഇതിലേക്ക് ഇടാം. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവനും കൂടെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇടണം. ഇപ്പോൾ വേവിച്ച് വെച്ച ചോറ് മുഴുവൻ ഞാനിപ്പോൾ ലെയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക്, ആ ചോറിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി കുറച്ച് ടിക്ക മസാല പൗഡർ ഒന്ന് ചോറിൻ്റെ മുകളിൽ നിന്ന് വിതറണം. ഇനി കുറച്ച് സവാള വറുത്തത് മുകളിലിടണം. ഞാൻ ചിക്കൻ്റെ കാല് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ ഏറ്റവും മുകളിലെ വശത്താണ് വയ്ക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കൻ്റെ കാലൊക്കെ എടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ കാല് നോക്കാനായിട്ട് ബിരിയാണി മുഴുവനും കൂടെ ഇളക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ കാലും കുറച്ച് ഗ്രേവിയും കൂടി ചോറിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാം. പിന്നീട് ബാക്കിയുള്ള സവാള വറുത്തതും മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്.
ഇനി അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്യണം.